മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണ മോഷണം നടത്തിയതിന് പിന്നിലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പരാതി. 15 ഗ്രാം സ്വർണ്ണമാണ് ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. സ്വർണം മോഷണം പോയെന്ന് കാണിച്ച് ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഭക്തരുടെ പരാതി. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലാണ് സ്വർണ്ണ മോഷണം നടന്നത്. പക്ഷെ അതിന് പിന്നിലും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്നുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സ്വർണ്ണമോഷണത്തിന്റെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയ്ക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ മോഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 15 ഗ്രാം സ്വർണമാണ് ഇവിടെ നിന്നും മോഷണം പോയിരിക്കുന്നത്. 2011-12 കാലയളവിലാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സത്യനാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കം ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് തന്നെ ഭക്തർ ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ സ്വർണം തിരികെ ലഭിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനുശേഷം പല തവണ വിശ്വാസികൾ പരാതികൾ നൽകിയിരുന്നു. ഇപ്പോഴും അതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഭക്തർ പ്രതിഷേധിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. നമുക്കറിയാം, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണവും വെള്ളിയും അടക്കമുള്ളവ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാണിക്കയായി നൽകുന്ന പണം അടക്കമുള്ളവ മോഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ കോട്ട ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള സ്വർണ്ണമോഷണം നടന്നിട്ടുണ്ട്. തളി ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ സാമൂതിരി ട്രസ്റ്റിന് കീഴിലുള്ള തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലെ മോഷണങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു ഇടപെടൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ ഈ ക്ഷേത്രത്തിലെ ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ മോഷണത്തിനും വലിയൊരു പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലാണ് ഭക്തർ ഇപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ളവ നടത്താനുള്ള ഒരു നീക്കത്തിലാണ് ഭക്തർ ഉള്ളത്. എന്തായാലും മലബാർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇപ്പോഴും അനങ്ങാപ്പാറ നയം തന്നെ സ്വീകരിക്കുകയാണ് ദേവിക. ശരി ശിവദാസ്.